എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ചപ്പാത്തിയും അപ്പവും അതുപോലെ തന്നെ സാദാ ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഈ ഒരു ചിക്കൻ പെരട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇതൊരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാകുമ്പം അധികം എരിവുണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു കളറ് കിട്ടും. ഇനി നിങ്ങൾ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതൊരു 2 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീരാണ്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ്. ഈ ഒരു ചിക്കൻ പെരട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റായിട്ട് നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ തേങ്ങാക്കൊത്താണ്. ഈ ഒരു ചിക്കൻ പെരട്ടിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഒഴിവാക്കരുത് കേട്ടോ. തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. തേങ്ങാക്കൊത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു കൈപ്പിടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കൈപ്പിടി തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാലകളാകുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വീണ്ടും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചെവിയൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് 2 ചെറിയ സവാള ഇതുപോലെ ഞാൻ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്. ഒരുപാട് വലിയ സവാളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ ഒരു 2 ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിൽ ചെറിയ ഉള്ളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടല്ലോ ഇതുപോലെ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ 1 മണിക്കൂറോളം മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഒരു ചിക്കനാണ്. ചിക്കൻ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റോളം ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഓയിൽ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളൊക്കെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ചിക്കനിൽ നിന്ന് അത്യാവശ്യം ഒന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, 10-15 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇത് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. കാരണം നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത്. ഒരുപാട് വലിയ കഷ്ണങ്ങളൊന്നും അല്ലല്ലോ, അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ചിക്കൻ്റെ ഒരു വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊരു 4-5 തവണ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ.
ഇതിപ്പോൾ കണ്ടില്ല ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചൊന്ന് ഇതുപോലെ വേവിക്കാൻ തുടങ്ങിയിട്ട്. തുടർച്ചയായിട്ട് 10-15 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കലായിരുന്നു. 4-5 തവണ നമ്മൾ തുറന്നിളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല ചിക്കൻ നല്ലപോലെ തന്നെ ഒട്ടും തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിക്കൻ വെന്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേവിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്കിതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് എരിവെല്ലാം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇതിലൊരു കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അതുപോലെ തന്നെ കുറച്ചൊരു എരിവിൻ്റെയും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഇതുപോലെ നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇത് കണ്ടില്ലേ ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ കുറച്ച് സമയം നമ്മളിതൊന്ന് വരട്ടിയിട്ടെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമ്മളിതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു കളറങ്ങ് മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോഴാണ് നമ്മുടെ ഒരു ചിക്കൻ പെരട്ടിൻ്റെ ഒരു കറക്റ്റ് പാകമായിട്ട് ഈ ഒരു ചിക്കൻ കിട്ടുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ കുറച്ച് സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പാകമായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ നല്ല തനി നാടൻ രീതിയിലുള്ള നമ്മുടെ ഒരു ചിക്കൻ പെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റുമാണ്. നമുക്കിത് നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയും ചപ്പാത്തിയും പത്തിരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ പെരട്ട് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.